ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അതിന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പഴിചാരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വസ്തുത മാധ്യമങ്ങളും ജനങ്ങളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നത് വരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പോൾ മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാത്തതുകൊണ്ടല്ല, ഞാനൊന്നും പറയാതിരുന്നതാണ്. അപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുകൊണ്ട് ഈ നിമിഷം വരെ അത് പറയാതിരുന്നതും അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ മത്സരിച്ച് ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യം തന്നെ തുടങ്ങി. അദ്ദേഹത്തിന് ഒട്ടും ക്ഷമയുണ്ടായില്ല. മറ്റു പലരും ഇന്നാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട്, KPCC പ്രസിഡൻ്റുണ്ട്, അവരെല്ലാം ഉണ്ട്. അവരൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വസ്തുതകൾ എന്തായാലും ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ പഴിചാരാൻ വേണ്ടി പറയുന്നതേ അല്ല. ഇതിൽ മാലിന്യ സംസ്കരണം എന്ന കാര്യത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണുള്ളത് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല, സർക്കാരും കാണുന്നില്ല. വ്യക്തി, സമൂഹം, തദ്ദേശ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, മറ്റെല്ലാ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതും എല്ലാവരും ഒരുമിച്ച് മറ്റ് ഭിന്നതകൾക്കതീതമായി പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് തന്നെ ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പാമയഴഞ്ചാൻ തോടിൽ ഒരു ദുരന്തമുണ്ടായാൽ എവിടെ, റെയിൽവേയുടെ ഭൂമിയിലാവട്ടെ അപ്പുറത്താവട്ടെ, എവിടെ ഉണ്ടായാലും അതിൽ ഓരോ വ്യക്തിക്കും കുറ്റബോധത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തർക്കും. മാലിന്യം ശൂന്യാകാശത്തു നിന്ന് വന്നതൊന്നുമല്ല. അപ്പോൾ ആ നിലയിൽ നമ്മളിതിനെ കാണേണ്ടതാണ്. ഇവിടെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും മാലിന്യം എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്റ്റാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്റ്റിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
അതിൻ്റെ സീവേജിൻ്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്കും ചെയ്യാനാവില്ല. മറ്റൊരു നിയമത്തിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് റെയിൽവേ ആക്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ആക്ട് ഉപയോഗിച്ചാണ് റെയിൽവേ കോർപ്പറേഷനെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ തടഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല, മറ്റെവിടെയും ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റുക? റെയിൽവേയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഇടപെടലാണ്. ഉത്തരവാദിത്വം റെയിൽവേയുടേതാണെന്ന് റെയിൽവേയും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ തന്നെ 2011 ഇറക്കിയ സർക്കുലർ, റെയിൽവേ മന്ത്രാലയത്തിൻ്റെ സർക്കുലർ എൻ്റെ കൈവശമുണ്ട്. ആ സർക്കുലറിൽ 2011 തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശദമായി. ആ സർക്കുലറിൽ പോയിൻ്റ് 6, പോയിൻ്റ് 7 ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ റെയിൽവേ തന്നെ അംഗീകരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് റെയിൽവേ അംഗീകരിക്കുകയാണ്. അത് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്.